എനിക്ക് വരാൻ ആകെ ചാൻസ് വരുന്നത് ഈ ആഡ് ന്യൂ ലൈസൻസി മാത്രമാണ്. കാരണം ഒരു ലൈസൻസി നമ്മൾ ഒഴിവാക്കി അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമായി അവരെ വേണ്ടാന്നുള്ളത് തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഈ ആഡ് ന്യൂ ലൈസൻസി എടുക്കുന്നത്. ഞാനൊരു പെർമിറ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് പ്ലാൻ വരച്ച ഒരാളുണ്ട്. ഞാൻ അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമായി അവരെ ഞാൻ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ലൈസൻസി എടുത്ത് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് പുതിയ ലൈസൻസിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ എന്റെ ലോഗിൻ വെച്ച് ഒരു പെർമിറ്റും എടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ ബ്ലാങ്ക് ആയി വരുന്നത്. ഞാൻ എന്റെ ലോഗിൻ വെച്ച് ഏതെങ്കിലും പെർമിറ്റ് കെട്ടിട നിർമ്മാണത്തിനുള്ള പെർമിറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കിട്ടും. അവിടുന്ന് എടുത്തിട്ട് നമുക്ക് പുതിയ ആളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ബിൽഡിംഗ് പെർമിറ്റിൽ നോ യുവർ ലാൻഡ് എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു ഓപ്ഷൻ മാത്രമാണ്. അത് ആപ്ലിക്കേഷൻ ഒന്നുമല്ല. നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ഭൂമിയുടെ തരം ഏതാണെന്നൊക്കെയുള്ള ഡാറ്റ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് PGR കംപ്ലൈൻസ് ആണ്. PGR ആൻഡ് കംപ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ മൊഡ്യൂൾ പോലെയല്ല, മിക്കവാറും എല്ലാവർക്കും കൂടുതൽ പണി കിട്ടുന്ന കാര്യമാണ്. കാരണം എല്ലാത്തിനും പരാതിയാണ്. ഒരു മരം ചാഞ്ഞു നിന്നാലോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ഇട്ടാലോ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പബ്ലിക് ഏറ്റവും കൂടുതൽ ലോക്കൽ ബോഡികളിൽ വരുന്ന അപേക്ഷകൾ എന്ന് പറയുന്നത് പരാതികളാണ്. അപ്പൊ അങ്ങനെ വരുന്ന പരാതികളൊക്കെ ഇനി ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. അതാണ് PGR കംപ്ലൈൻസ് എന്ന് പറയുന്നത്. ഇവിടെ കംപ്ലൈൻസ് ആൻഡ് ഗ്രീവൻസ് ഉണ്ട്. ഇത് കാര്യമായിട്ടൊന്നുമില്ല. എന്ത് തരത്തിലുള്ള കംപ്ലൈന്റ് ആണ് എന്നുള്ളത് നമ്മൾ ആദ്യം സെർച്ച് ചെയ്യണം. ഇവിടെ ഏത് തരത്തിലുള്ള കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യണം. കംപ്ലൈന്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ്, പേരെന്താണ്, എന്താണ് കംപ്ലൈന്റ് എന്നൊക്കെ ചോദിക്കും. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കില്ല കംപ്ലൈന്റ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ലാണ്ട് ഒരുപാട് ആൾക്കാർ, നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ വലിയൊരു ഹർജിയൊക്കെ കൊടുക്കുമല്ലോ, ഒരുപാട് പേരൊക്കെ എഴുതി അല്ല എല്ലാവരുടെയും പേരൊക്കെ എഴുതി ഒപ്പിട്ട് ഒരു വലിയ പേജിൽ എഴുതി എല്ലാരും താഴെ പേരെഴുതി ഒപ്പിട്ട്. അതിന് പകരം നമ്മൾ കേസ് സ്മാർട്ടിൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് മാസ് പെറ്റീഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ മാസ് പെറ്റീഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എല്ലാവരുടെയും പേരും ഫോൺ നമ്പറും കൊടുക്കും. ആ ഫോൺ നമ്പർ കൊടുക്കുന്ന സമയത്ത് ആർക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്, അവരുടെ അഡ്രസ് എന്താണ്, അതൊക്കെ കൊടുത്തു, എന്താണ് കംപ്ലൈന്റ് കൊടുത്തു. ഇവിടെ നമുക്ക് കാണാം ഒരു മാസ് പെറ്റീഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്ലൈങ് ഫോർ സെൽഫ് എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രം, ഞാൻ തന്നെ ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ എന്റെ വിവരങ്ങൾ ഇവിടെ വരും. ഇനി വേറൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവരുടെ വിവരങ്ങൾ ഇവിടെ ചോദിക്കും. മാസ് പെറ്റീഷൻ ആണെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഓരോരാളുടെയും മൊബൈൽ നമ്പറും പേരുമാണ്. അപ്പൊ നമ്മൾ 50 പേരാണ് ഒപ്പിടുകയാണെങ്കിൽ 50 പേരുടെയും ഫോൺ നമ്പറും മൊബൈലും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഫോണിലേക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവില്ല. ലാസ്റ്റ് സബ്മിറ്റ് കൊടുക്കുമ്പോൾ 50 പേരുടെയും ഫോണിലേക്ക് ഒരു മെസ്സേജ് പോകും. ആ മെസ്സേജ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ കംപ്ലൈന്റ് എന്താണെന്ന് അവർക്ക് വായിക്കാൻ പറ്റും. അവരത് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആക്സെപ്റ്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ അവർക്ക് ആക്സെപ്റ്റ് കൊടുക്കാതിരിക്കാം. അങ്ങനെ 50 പേരിൽ ആഴ്ചയിൽ 10 പേരാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. 10 പേരുടെ വെച്ചിട്ട് ഈ അപേക്ഷ ലോക്കൽ ബോഡിയിലേക്ക് സബ്മിറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ PGRന്റെ ഓപ്ഷൻ വരുന്നത്. ഹലോ, ചോദിച്ചോളൂ. അല്ല, 1-2 മൊഡ്യൂൾ മതി, കാരണം ടൈം ഓൾറെഡി കഴിഞ്ഞ് 9:15. എന്താ അറിയോ, ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചേ ഉള്ളൂ. എന്നാലും ലൈസൻസിൽ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് പറയണോ? ലൈസൻസ് വേണോ? ഡീറ്റെയിൽ പറയണോ? വേണ്ട വേണ്ട വേണ്ട, ഇന്ന് വേണ്ട. മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യാം. കാരണം ശരിക്കും വെച്ചാൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ പറയേണ്ട കാര്യമാണ്. അതാണ് ഞാൻ പെട്ടെന്ന് ഓടിച്ചത്. അല്ല, ഒരു അപ്ഡേഷനും കൂടി പറയാം. നിങ്ങളിപ്പോ ഇന്നലെ തൊട്ട് ഒരു അപ്ഡേഷൻ ഇവിടെ കണ്ടിട്ടുണ്ടാവും, ബിൽഡിംഗ് സെസ് എന്ന് പറഞ്ഞിട്ട്. അത് പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലായാലും ബിൽഡിംഗ് സെസ് ഇതുവഴിയാണ് അടക്കേണ്ടത്. അതെല്ലാരും ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലൈസൻസ് ഒക്കെ നോർമലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ന്യൂ ലൈസൻസ് ആണെങ്കിൽ അതിനകത്ത് പറയുന്ന അറ്റാച്ച്മെന്റ്സ്, അതിപ്പോ എനിക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് ഇന്ന കാര്യത്തിന് ഇന്ന അറ്റാച്ച്മെന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന ബിസിനസ് ഏതാണോ അതനുസരിച്ചിട്ടാണ് അതിന്റെ താഴെയുള്ള അറ്റാച്ച്മെന്റ് വരുന്നത്. റിന്യൂവൽ ഉണ്ട്, ക്യാൻസലേഷൻ ഉണ്ട്, കറക്ഷൻ ഉണ്ട്. കറക്ഷൻ നിലവിൽ നമുക്ക് പേര്, ലൈസൻസ്, നമ്മളെ കടയുടെ പേര്, പിന്നെ ആളുടെ ഫോട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം കറക്ഷൻ വന്നിട്ടില്ല. അതിന്റെ അപ്ഡേഷൻ ഇനി വരാനുണ്ട്. ഒരുപാട് അപ്ഡേഷൻസ് ഇതിനകത്ത് വരാനുണ്ട്. പിന്നെ വരുന്നത് ഇന്നലത്തെ അപ്ഡേഷൻ ആണ്, ബിൽഡിംഗ് സെസ് ആണ്. ബിൽഡിംഗ് സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മാത്രമല്ല, പഞ്ചായത്തിലേക്കുള്ള ബിൽഡിംഗ് സെസ്. അതായത് ഇനി നമ്മൾ ബിൽഡിംഗ് സെസ് അടക്കുന്നത്, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു, അവിടെയാണെന്ന് തോന്നുന്നു ബിൽഡിംഗ് സെസ് അടക്കാറ്. പക്ഷെ പുതിയ ഉത്തരവ് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ ബിൽഡിംഗ് സെസ് പിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഒക്യുപ്പൻസി കിട്ടുന്നതിന് മുന്നേ നമ്മൾ ബിൽഡിംഗ് സെസ് അടക്കണം എന്നാണ് ഇപ്പൊ ഉത്തരവ്. അപ്പൊ അത്തരം കേസുകളിൽ നമുക്ക് ഈ ബിൽഡിംഗ് സെസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇത് എല്ലാ കേസിലും ഇങ്ങനെ തന്നെയാണ്. അതിന്റെ അപ്ഡേഷൻ നോട്ട് ഉണ്ട്, ഞാൻ ഷാബു ചേട്ടന് അയച്ചു കൊടുക്കാം.
ഒന്നുമില്ല, പുതിയൊരു ന്യൂ അസസ്മെന്റിന്റെ ഡീറ്റെയിൽസ് എടുത്ത് അതിന്റെ ഡാറ്റ ഫില്ല് ചെയ്ത് കൊടുക്കുക. കുറെ ഡാറ്റ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കാണും, നേരത്തെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തേക്ക് എല്ലാ അപേക്ഷയിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനാണ്. അപ്പൊ ഗ്രാമപഞ്ചായത്തിലെ സെസ് കൂടി ഇതുവഴിയാണ് പിരിക്കേണ്ടത്. ഇത് അടക്കുന്നത് ഈ അപേക്ഷ പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ പോവില്ല. ഈ പൈസ അടക്കാൻ നമ്മൾ ആ ലോക്കൽ ബോഡിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ പറയുന്ന എല്ലാ ആപ്ലിക്കേഷന്റെ ഫീൽഡും ഫില്ല് ചെയ്ത്, ഇത് മാത്രമല്ല താഴെ അടച്ചു വരും. അപ്പൊ അത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബിൽഡിംഗ് സെസ് എന്ന് പറഞ്ഞിട്ട് പേ സെസ് എന്ന് പറഞ്ഞിടത്തേക്ക് നമ്മുടെ അപേക്ഷ വരും. ഈ അപേക്ഷയിൽ വേണമെങ്കിൽ നമുക്ക് എത്ര പൈസ ഉണ്ട് അത് നമ്മൾ അടുത്ത ഒക്കുപ്പൻസി വരുമ്പോഴത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് അടച്ചാലും മതി, അടച്ചു തീർത്താലും മതി. പക്ഷെ ഒക്കുപ്പൻസി എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സെസ്സിന്റെ ആ ഒരു ആപ്ലിക്കേഷനും കൂടി അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇത്രയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ബിൽഡിംഗ് സെസ്സിന്റെ അപ്ഡേഷന്റെ കാര്യം ഞാൻ ഷാബു ചേട്ടന് അയച്ചു കൊടുക്കാം. അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് അടക്കമുള്ള ഒരു ഡാറ്റ ഉണ്ട്. പിന്നെ അതേഴ്സിലാണ്. അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഈ പറയുന്ന മൊഡ്യൂളിൽ വരാത്ത എല്ലാ സാധനങ്ങളും അതേഴ്സിലാണ് വരുന്നത്. ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് പറയാനുള്ള RTI ഉണ്ട്. പല ആൾക്കാരും വിവരാവകാശം ചോദിക്കും. ആ വിവരാവകാശം കൊടുക്കുന്ന ഇതൊക്കെ അതേഴ്സിലാണ് വരുന്നത്. പിന്നെ വരുന്നത് സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ഡോഗ് ആൻഡ് പിഗിന്റെ ലൈസൻസ്, ആപ്ലിക്കേഷൻ ഓഫ് ലൈസൻസ് ഫോർ പിഗ്സ് ആൻഡ് ഡോഗ്സ് കോമൺ ആയി വരുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പിന്നെ ഡീറ്റെയിൽ പറയാനില്ല. ബാക്കി വരുന്ന അതേഴ്സിലാണ് എല്ലാ അപേക്ഷയും വരുന്നത്. റെന്റ് ഓർ ലീസ്, മാഡം അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. അതൊക്കെ ഓരോന്നും നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഒരു കിട്ടാത്ത ഒരു സാധനമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതിലാണ് സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള ആ കാർഡ് മാത്രമായിട്ട് കാണിക്കും. എന്തെങ്കിലും ഡൗട്ട് എന്ന് വെച്ചാൽ നമുക്ക് അതേഴ്സിൽ ഒരുപാട് കാർഡ്സ് ഉണ്ട്. ആ കാർഡ്സിൽ നമുക്ക് ഐഡന്റിഫൈ ഏതിലാണെന്ന് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് ലിസ്റ്റ് ചെയ്ത് വരും. മാഡം ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോ. ഈ പഴയ ബിൽഡിങ്ങിനൊക്കെ ടാക്സ് കുറയ്ക്കാൻ പറ്റുമോ? ഇപ്പൊ 10-30 കൊല്ലത്തെ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിന് ടാക്സ് ഇളവായിട്ട് കിട്ടുമോ? നിലവിൽ എങ്ങനെയൊന്നും ഓപ്ഷൻ ഇല്ല. ഇപ്പൊ നിലവില് പിന്നെ ടാക്സ് കൂടി വരുവാണ് ചെയ്യുന്നത്, കുറയുകയല്ല ചെയ്യുന്നത്. ഓരോ വർഷം 5% കൂടി വരുന്നുണ്ട്. ഇപ്പൊ 5% കൂടിയിട്ടാണ് വരുന്നത്, കുറയുന്നൊന്നുമില്ല. അപ്പൊ ഈ ബിൽഡിംഗ് പഴക്കം ചെന്ന് ഇടിഞ്ഞു പൊളിയാറായ ഇതിന് ബിൽഡിംഗ് പണിയുന്ന അത്രയും കാശ് വരില്ലേ? അത് പക്ഷേ നമുക്ക് അതിനകത്തേക്ക് വേറെ എക്സംഷൻ കൊടുക്കാം. ബിൽഡിംഗ് ഞാൻ പറഞ്ഞല്ലോ, ടാക്സ് എക്സംഷൻ കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു ടാക്സ് എക്സംഷൻ കൊടുക്കുന്നില്ല. പിന്നെ നിങ്ങൾ ആ ബിൽഡിങ്ങിന് പൊളിച്ചു മാറ്റുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ടാക്സ് ഒഴിവായിട്ട് വരിക. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പകുതി പൊളിഞ്ഞു വീഴുവാണെങ്കിൽ ആ പകുതി പോയി എന്നുള്ളത് അവരറിയിച്ചു കഴിഞ്ഞാൽ അത്രയും ടാക്സ് കുറയും. പഴക്കനുസരിച്ചിട്ട് ടാക്സ് കുറയുന്നില്ല. ഇപ്പൊ നിലവിൽ കുറയുന്നില്ല. സഞ്ജയിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പഴക്കം. നമുക്ക് എക്സസ് പെയ്ഡ് വന്നത് ILGMSൽ മാത്രമാണ് ഇപ്പം നിലവിൽ ഡയറക്റ്റ് ഓപ്ഷൻ ഉള്ളത്. അല്ലാത്ത കേസുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ നിലവിൽ ILGMSൽ ഓപ്ഷൻ കേസ്മാർട്ടിലേക്ക് ഓപ്ഷൻ തന്നില്ല. അതുവരെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ അതേഴ്സിലുണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മള് സീരിയസ് ആയി എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. കാരണം എപ്പോഴാണ് ഈ അപ്ഡേഷൻ വരിക? കാരണം ILGMSൽ വന്നിട്ട് 1 മാസം കഴിഞ്ഞു, ഇതുവരെ ഇതിന്റെ അപ്ഡേഷൻ ഒന്നും ആയില്ല. ഇപ്പൊ ഫിനാൻസ് മാനേജ്മെന്റിൽ റീഫണ്ട് ഓഫ് റെസീറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പക്ഷെ കൊടുക്കാം. പക്ഷെ എനിക്കൊന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനായിട്ട് ഒരു സർവീസ് തരുന്നവരെ, ആ മൊഡ്യൂളിലേക്ക് ഒരു സർവീസ് തരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ILGMSൽ വന്ന പോലെ പ്രത്യേകിച്ച് ഒരു സർവീസും കാര്യങ്ങളും വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇനിയിപ്പോ അത്യാവശ്യക്കാർ ആരെങ്കിലും ഇങ്ങനെ വേണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ റീഫണ്ട് ഓഫ് റെസീറ്റിൽ ഇട്ടിട്ട് ഒരു അപേക്ഷ ഇട്ട് കൊടുക്കാം. വേറെ എന്തെങ്കിലും സംശയം? മാഡം ഒരു സംശയം ഫസ്റ്റിലുള്ള ഈ ഫോം 2 അറ്റസ്റ്റ് ചെയ്യുന്നത് ഗസറ്റ് റാങ്ക് ഓഫീസറും പിന്നെ ആരൊക്കെയാണ്? ഒന്നുകിൽ ഗസറ്റഡ് ഓഫീസർ ആവും, അല്ലെങ്കിൽ ഏതെങ്കിലും വാർഡ് മെമ്പർ. അത് മുനിസിപ്പാലിറ്റിയിലെ ആവും, പഞ്ചായത്തിലാവും, ഏതെങ്കിലും ഒരു വാർഡ് മെമ്പർ. അതിന്റെ കൂടെ തന്നെ ഫിസിക്കൽ വെരിഫിക്കേഷൻ, ഓൺലൈൻ വെരിഫിക്കേഷൻ 2 കാറ്റഗറി പറഞ്ഞല്ലോ. അത് എന്താണ് അതിന്റെ ക്രൈറ്റീരിയ ഒന്ന് സ്പെസിഫൈ ചെയ്താൽ നല്ലതായിരുന്നു.
ക്രൈറ്റീരിയ ഒന്നുമില്ല. ഓൺലൈൻ നമ്മൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ ആണെങ്കിൽ നേരിട്ട് ഈ വരനും വധുവും അവിടെ ഹാജരാവണം. വേറെ വ്യത്യാസമൊന്നുമില്ല. ഓൺലൈൻ വെരിഫിക്കേഷൻ ആണെങ്കിൽ അതിനകത്തൊരു വീഡിയോ റെക്കോർഡിംഗ് വരും. ആ വീഡിയോ റെക്കോർഡിംഗ് വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും അവരവരുടേതായ വീഡിയോ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ടെക്സ്റ്റ് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന ടെക്സ്റ്റ് വായിക്കാൻ അവസാനം ഒരു പിൻ നമ്പർ പറയും. ആ പിൻ നമ്പറും കൂടി വായിച്ച് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അത്തരം കേസുകളിൽ എന്ത് ചെയ്യാം, അവർക്ക് ആ ലോക്കൽ ബോഡിയിൽ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ അവരുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഈ സ്മാർട്ടുമായിട്ടുള്ള സംശയ നിവാരണം വിളിക്കാനുള്ള നമ്പർ എന്താണ്? അതിനകത്ത് നമുക്ക് പുറത്ത് ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പർ ഉണ്ടല്ലോ. എല്ലാ ജില്ലകളിലും സ്മാർട്ടിന്റെ ഹെൽപ്പ് ഡെസ്ക് ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ എനിക്ക് തോന്നുന്നു LSCയുടെ സൈറ്റിലാണ്. IKMന്റെ IKM.gov.in എന്ന് പറയുന്ന സൈറ്റില് എല്ലാ ജില്ലകളുടെയും സ്മാർട്ടിന്റെ ഹെൽപ്പ് ഡെസ്ക് നമുക്ക് നിലവിലുണ്ട്. വാട്സപ്പ് ഹെൽപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് കോൺടാക്ട് ചെയ്തിട്ട് സംസാരിക്കാം. അതിനകത്ത് IKM.gov.in എന്ന് പറയുന്നതിനകത്ത് ഒരു ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ സ്മാർട്ട് ഡിസ്ട്രിക്ട് ലെവൽ ഹെൽപ്പ് ഡെസ്കിൽ എല്ലാ ജില്ലകളുടെയും ഫോൺ നമ്പർ ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് അവരെ അതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ഇത് ഇവിടെ കണ്ടില്ലേ, ഞാൻ ഇപ്പൊ എടുത്തില്ലേ, സ്ക്രീൻ കാണുന്നില്ലേ? IKM.gov.in പോയ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ഇവിടെ 14 ജില്ലയുടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അവരവരുടെ ജില്ലയിൽ നിന്ന് നിങ്ങൾക്ക് ആ കറസ്പോണ്ടന്റ് ആയ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും സംശയം? ഈ സമ്മതപത്രം എന്ന് പറയുന്നത് സാധാ സമ്മതപത്രമാണോ വേണ്ടത്, അതോ മുദ്ര പേപ്പറിൽ നോട്ടറി അറ്റസ്റ്റേഷൻ വേണോ? ഏതിന്റെ സമ്മതപത്രമാണ്? ഞാൻ പറഞ്ഞല്ലോ, ഈ റേഷൻ കാർഡിന് ഇത് കിട്ടുന്നതിന് വേണ്ടി, സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി. ഇപ്പൊ അവര് റിലേറ്റീവ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, മീൻസ് ഇപ്പൊ ഞാൻ വെറും ഒക്കുപേരല്ല ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലാണെങ്കിൽ അതൊക്കെ സാധാ പേപ്പറിലൊക്കെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഓരോ ലോക്കൽ ബോഡി അനുസരിച്ചിട്ട് അവര് റിക്വയർമെന്റ് മാറും. അതാണ് പ്രശ്നം. ഇപ്പൊ കണ്ണൂർ കോർപ്പറേഷൻ വാങ്ങുന്നതായിരിക്കില്ല കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് റെന്റിന് നിൽക്കുന്നതാണെങ്കിൽ റെന്റ് അഗ്രിമെന്റ് വേണം. റെന്റ് അഗ്രിമെന്റ് വേണം. ഇനിയിപ്പോ ഞാൻ എന്റെ റിലേറ്റീവിന്റെ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു സമ്മതപത്രം അവർക്ക് ഇങ്ങനെ കൊടുക്കാം, ഒക്കുപേറാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം എന്നുള്ളത് വെച്ചിട്ടുള്ള അങ്ങനെയാണ്. അതാണ് അവിടെ വരുന്നത്. ഒന്നെങ്കിൽ അഫിഡവിറ്റ് സാക്ഷ്യപത്രം, അല്ലെങ്കിൽ അവരുടെ സമ്മതപത്രം, അല്ലെങ്കിൽ റെന്റ് അഗ്രിമെന്റ്, ഇങ്ങനെ പറയുന്ന ഓപ്ഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്മാർട്ട് മുഴുവൻ പറയാനാണെങ്കിൽ നമുക്ക് 1 മണിക്കൂറൊന്നും പോരാ, ഒരു ഫുൾ ഡേ വേണ്ടി വരും. പിന്നെ ഇങ്ങനെയൊക്കെ ഓടിച്ചിട്ടാണ് 1 മണിക്കൂർ പോയി. എത്രത്തോളം മനസ്സിലായി എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ ഇപ്പോഴും OTP ഇഷ്യൂ ഇപ്പോഴും ഉണ്ട് മാഡം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇഷ്യൂ അല്ല ശരിക്കും വരുന്നത്. ഈ ആധാറിന്റെ OTPയുടെ പ്രശ്നം നന്നായിട്ടുണ്ട്. അപ്പൊ അത്തരം കേസുകളിൽ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് വേറെ ഡോക്യുമെന്റ് കൊടുത്തിട്ട് നമ്മുടെ മെയിലോ, ഇപ്പൊ മാരേജിന്റെ ഒക്കെ കേസിലാണ് മിക്കവാറും എനിക്ക് തോന്നുന്നു OTP ലാസ്റ്റിലൊക്കെ വിഷയം വരുന്നത്. അത്തരം കേസുകളിൽ നമുക്ക് ആ ഒരു വീഡിയോ KYC വെച്ചിട്ട് ഇത് വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ലോഗിൻ ക്രിയേഷന്റെ സമയത്താണ് പുതിയൊരു ആള് വന്ന് ആ ആളുടെ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അത്തരം കേസുകളിൽ ആധാർ വെച്ചിട്ട് തന്നെ അതർ മെത്തേഡ് വെച്ചിട്ട് ആധാർ വെച്ചിട്ട് ചെയ്യുക. പിന്നീട് അവരോട് KYC അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി ശരിയാവുന്ന സമയത്ത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയൊക്കെ എനിക്ക് തോന്നുന്നു 4 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആധാറിന്റെ സൈറ്റ് OTP പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി ആർക്കും ഡൗട്ട് ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? തിങ്കളാഴ്ച പിന്നെ എല്ലാ ദിവസവും സ്മാർട്ടിന്റെ ഒക്കെ അവർ ഫ്രീ ആയിട്ട് ഇത് ക്ലാസ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ ശരിയാണോ? ഇല്ല, അത് ബിൽഡിംഗ് പെർമിറ്റ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഡൗട്ട് ക്ലിയറൻസ് പെർമിറ്റ് റിലേറ്റഡ് ആണ്. പെർമിറ്റ്, അതായത് നമ്മുടെ ലൈസൻസി ഒക്കെ ഉണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇപ്പൊ നമ്മളെക്കാളും പ്രശ്നം അവർക്കാണ് അതൊന്ന് ട്രാക്കിലേക്ക് വരാൻ. അതുകൊണ്ടുള്ള അവർക്ക് കുറെ പുതിയ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് ആ ഡ്രോയിങ് വരക്കുന്നതിന്റെ ഒക്കെ ഒരു ഇഷ്യൂസ് കാരണം അവർക്ക് ഉണ്ട്, എല്ലാ ആഴ്ചയും ഉണ്ട്.
അത് നമുക്കും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ ഇതിൽ ഇനിയും കുറച്ചും ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് എന്തായാലും കാര്യങ്ങള്. കുറച്ച് അപ്ഡേഷൻസ് വരുന്ന സമയത്ത്, കുറച്ചധികം അപ്ഡേഷൻസ് വരുന്ന സമയത്ത് എന്തായാലും ഇതെനിക്ക് കുറെ അപ്ഡേഷൻസ് ഇനിയും വരാണ്ട്, ലൈസൻസ് മോഡ്യൂൾ വരാണ്ട്, ബാക്കി കുറെ മോഡ്യൂളിൽ ഒരുപാട് അപ്ഡേഷൻസ് വരാനുണ്ട്. അപ്പൊ ആ സമയങ്ങളിൽ കുറെ അപ്ഡേഷൻസ് ഒരുമിച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്താൽ മതി. അതുകൂടാണ്ട് എനിക്ക് തോന്നുന്നു മാഡം, നമ്മുടെ ഈ മാരേജ് രജിസ്ട്രേഷനൊക്കെ ഇപ്പോഴും കുറെ ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യാൻ നല്ലതായിരിക്കും. മാരേജ് രജിസ്ട്രേഷൻ, അതുപോലെ മാരേജ്, ബർത്ത് കറക്ഷൻസ്, ബർത്തിൽ ഇപ്പൊ ഈ കുട്ടികളുടെ പേര് ചേർക്കല്, ഇതൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഡോക്യുമെന്റേഷൻ ഇഷ്യൂ ആണ് അതിൽ കൂടുതൽ ആൾക്കാർക്ക് വരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാണ്ട്. അപ്പൊ ഒരു ദിവസം മാഡം നമുക്കൊന്ന് നമ്മൾ ഈ റീസെന്റ് ആയിട്ട് ഒരു ദിവസം നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം മാഡം. ഏതായാലും മാഡം ഇതുവരെ നമുക്ക് തന്ന ട്രെയിനിങ്ങിന് വളരെ നന്ദി. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ എല്ലാവരും ഷാവേട്ട ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ വേണ്ട, നമുക്ക് അതിന് ശേഷം ഒന്ന് ഡീപ്പായിട്ട് ഒന്നും കൂടി ചെയ്യാം. കാരണം വെച്ചാൽ ഒരു ഒറ്റ മോഡ്യൂൾ എടുത്താൽ മതി. കാരണം ഇപ്പോൾ തന്നെ ഇതിൽ ബിൽഡിംഗ് സെർച്ചിൽ ജസീല മേഡം അതിലൊരു പ്രോബ്ലം വരുന്നത്, സെർച്ച് ചെയ്യുമ്പോൾ അവിടെ റെക്കോർഡിക്കലി ഇപ്പോൾ സ്മോൾ ലെറ്റർ ആണ്, സബ് ഡിവിഷൻ സ്മോൾ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ സ്മോൾ തന്നെ അടിച്ചു കൊടുത്താലേ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? അതായത് ഇപ്പം ബിൽഡിംഗ് സെർച്ച് ചെയ്യുമ്പോൾ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ഇപ്പം 101A ആണെങ്കിൽ ആ സബ് ഡിവിഷൻ നമ്പർ A എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആണ് അവിടെ റെക്കോർഡിക്കലി ഉള്ളതെങ്കിൽ ക്യാപിറ്റൽ തന്നെ കൊടുക്കണം, സ്മോൾ ആണെങ്കിൽ സ്മോൾ തന്നെ കൊടുക്കണം. എന്നാലേ വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്. വേറെ പറഞ്ഞത് കാരണം അത് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ മലയാളം ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ ചില പ്രോബ്ലങ്ങൾ. പിന്നെ അതുപോലെ ഡോക്യുമെന്റിന്റെ കാര്യങ്ങളാണ്, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സും നമ്മൾ എൻട്രി ഡോക്യുമെന്റ് ആണ്, അതൊന്നും ഒരുമിച്ചിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അടുത്തുള്ള ഒരു അക്ഷയക്കാര് വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു. അതായത് നമ്മൾ നോർമൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേര് ചേർക്കുക എന്ന് പറഞ്ഞാൽ, 1 വയസ്സല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 6 വയസ്സിന് താഴെ പേര് ചേർക്കുന്നത് വേറൊന്നും വേണ്ട. 6 വയസ്സിന് താഴെയുള്ളവർക്ക് വേറൊന്നും വേണ്ട. അച്ഛന്റെയോ അമ്മയുടെ പേരിൽ ഒരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യണം മസ്റ്റ് ആയിട്ടും. ആ ലോഗിൻ ID വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഒരു ഡോക്യുമെന്റും ചോദിക്കില്ല, അത് വെച്ചിട്ട് അങ്ങോട്ട് പോവും. അപ്പൊ ഇവിടെ അച്ഛന്റെ അമ്മയുടെ സംയുക്താപേക്ഷ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ മുനിസിപ്പാലിറ്റിന്ന് 2 തവണ റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഞാനത് സ്റ്റേറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ആ മുനിസിപ്പാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഡിപ്പെൻഡ് ആണ്, ആ വ്യക്തികളെ ഡിപ്പെൻഡ് ആണ് ഓരോരാളും എന്ത് പറയുന്നു എന്നുള്ളത്. പക്ഷെ അവിടെ റിക്വയർമെന്റ് ചോദിക്കുന്നത് 2 ക്രെഡിബിൾ പേഴ്സൺ ആണ് ചോദിക്കുന്നത്. ഡോക്യുമെന്റ്സ് അവിടെ റിക്വയർമെന്റ് ചോദിക്കുന്നത് 2 ക്രെഡിബിൾ പേഴ്സന്റെ സാക്ഷ്യപത്രം, അഫിഡവിറ്റ്. അല്ല, 6 വയസ്സിന് താഴെ വരുമ്പോഴും നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, അവിടെ ഡോക്യുമെന്റ്സ് അത് ചോദിക്കുന്നുണ്ടല്ലോ. അവിടെ ഈ അച്ഛന്റെ അമ്മയുടെ രണ്ടുപേരും സൈൻ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അത് അറ്റാച്ച്മെന്റ് മസ്റ്റും അല്ല അവിടെ 6 വയസ്സിന് താഴെ ആകുമ്പോഴേ. എപ്പോ വേണമെങ്കിലും പേര് ആഡ് ചെയ്യുകയും ചെയ്യാം, എപ്പോ വേണമെങ്കിലും നമുക്ക് പേര് കറക്റ്റ് ചെയ്യുകയും ചെയ്യാം 6 വയസ്സ് സ്കൂളിൽ ചേർക്കുന്നതിന് മുന്നേ. ഇവിടെ വരുമ്പോഴും ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ളത് ഓരോ മുനിസിപ്പാലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഓരോ മുനിസിപ്പാലിറ്റി മാത്രമല്ല, അവിടുത്തെ സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതാണ് പ്രോബ്ലം വരുന്നത്. കാരണം അവർക്കും എഡിറ്റിംഗ് കാര്യങ്ങളില്ല, അപ്പൊ തന്നെ റിജക്ട് ചെയ്യാണ് എല്ലാ ദിവസവും. അതാണ് ഞാൻ പറഞ്ഞ കറക്ഷന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് പേയ്മെന്റ് വരുന്നതുണ്ട്. ആയിക്കോട്ടെ മേഡം, ഏതായാലും ഇത്ര വൈകി, കാരണം 9:30 ആയി. കാരണം മക്കളൊക്കെ ഉള്ളതായിരിക്കും.